എന്തോ ഒറ്റയ്ക്ക്? എൻ്റെ പാർട്ടിക്കാരില്ലേ? ഇല്ലടാ, ഞാൻ നിന്നെ തന്നെ കാണാമെന്ന. എന്തേ? ഞാൻ പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചു. എന്താ? എൻ്റെ എതിർ സ്ഥാനാർത്ഥി നീ അല്ലടാ, നിന്നോട് ഞാൻ എങ്ങനെ മത്സരിക്കുക? ഇന്നലെ നമ്മൾ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ വീട് കയറി ഇറങ്ങുമ്പോൾ നീ എന്നോട് മിണ്ടാതെ പോയപ്പോൾ എനിക്ക് വല്ലാതെ വിഷമയടാ. ഞാനും വിചാരിച്ചിട്ടുണ്ട് പത്രിക പിൻവലിച്ചാലൊന്ന്. മനഃപൂർവ്വമല്ലടാ. ഇന്നലെ മനോജേട്ടൻ പറയാ, ഇനി പണ്ടത്തെ പോലെ ഒന്നല്ല, ഇലക്ഷൻ കഴിയുന്നവരെ അർജുനായിട്ട് വലിയ ബന്ധമൊന്നും വേണ്ടാണ്. ശരി, നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ, പാർട്ടീൻ്റെ ലേബലിൽ എനിക്ക് ജോലി ശരിയായിരിക്കുന്നത്. പക്ഷെ ഇനി എന്നോട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവരോട് പറയും, എനിക്ക് നിന്നേക്കാൾ വലുതല്ല ജോലി. ഒന്നും വേണ്ടാനെന്ന് തോന്നണടാ. അപ്പോൾ എനിക്കും ഇപ്പം അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഇനിയിപ്പോൾ അവർ രണ്ടു കൂട്ടരും തമ്മിൽ അടിയുണ്ടാക്കാൻ ശ്രമിച്ചേക്കും, എന്നാലേ അവർക്ക് സഹതാപതാനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിന്റെ മേൽ കൈവെക്കാനേ അവരെന്നെ ആദ്യം കൊല്ലണം. അതൊന്നും വേണ്ടി വരില്ലടാ. നമ്മൾ രണ്ടുപേരും പിൻവാങ്ങില്ല, നമ്മൾ രണ്ടുപേരും മത്സരിക്കും. ഒരാൾ ജയിക്കും, ജയിക്കട്ടെ. കൊടിയുടെ നിറമല്ലേ മാറുന്നുള്ളൂ. ആര് ജയിച്ചാലും ആ വിജയം നമ്മളുടെ അല്ലടാ. പിന്നെയല്ല, പാർട്ടി ഏതായാലേ നമ്മളൊന്നല്ലടാ.